നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളൊരു ലൈറ്റായിട്ട് നിങ്ങളെ തന്നെ ചിന്തിക്കുക. നിങ്ങളൊരു ലൈറ്റാണ്. നിങ്ങൾ ബിഗ് ബാങ് ടൈമിലാണ് ഉണ്ടായത്. നിങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ എൻ്റെ കണ്ണിലെത്തി. നിങ്ങളെ ബിഗ് ബാങ്ങിലുണ്ടായ ആ ലൈറ്റാണ് നിങ്ങൾ എൻ്റെ കണ്ണിലെത്തി. നിങ്ങൾക്ക് ഏകദേശം മില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് എടുത്തിട്ടുണ്ട് എൻ്റെ കണ്ണിലോട്ടെത്താൻ. പക്ഷേ നിങ്ങൾ കരുതുന്ന നിങ്ങൾ ബിഗ് ബാങ് ടൈമിൽ ഉണ്ടായി അപ്പം തന്നെ നിങ്ങൾ എൻ്റെ കണ്ണിലെത്തി. പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനം ബ്രിട്ടീഷ് നോവലിസ്റ്റായ ഹെർബർട്ട് ജോർജ് വെൽസ് അല്ലെങ്കിൽ H.G. വെൽസ് പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ് ടൈം മെഷീൻ. Travel into the future by moving faster relative to everybody else. Time travel to the future, the version that you see in Hollywood, at least in terms of an individual. ആദ്യം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സമയം ഒരു ആബ്സലൂട്ട് ആയിട്ടാണ്, അതായത് ആബ്സലൂട്ട് കോൺസ്റ്റൻ്റ് ആയിട്ടാണ്. അത് മെയിനായിട്ട് പ്രചരിപ്പിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഐസക് ന്യൂട്ടനാണ്. അതായത് ഐസക് ന്യൂട്ടൻ്റെ പ്രധാന കൃതിയായ അല്ലെങ്കിൽ പ്രധാന വർക്കായ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കയിലൂടെയാണ് അദ്ദേഹം, അതായത് നമ്മുടെ ഐസക് ന്യൂട്ടൻ, അതായത് ആബ്സലൂട്ട് സ്പേസിനെ കുറിച്ചും അതേപോലെ ആബ്സലൂട്ട് ടൈമിനെ കുറിച്ചും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ ഐസക് ന്യൂട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ ഏതൊരു വസ്തുവായാലും എവിടെ ആയാലും ഏത് വേഗതയിൽ പോവാണ്, ഏതൊരു സ്പീഡ് അല്ലെങ്കിൽ ഏതൊരു വേഗതയിലാണെങ്കിലും, അതായത് അതിപ്പോൾ ലൈറ്റിൻ്റെ വേഗതയിലാണെങ്കിലും അല്ലെങ്കിൽ അതിപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിൽ നിൽക്കുവാണെങ്കിലും ഏതൊരു വസ്തു എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിൻ്റെ ടൈം പാസേജും എപ്പോഴും, അതായത് അതിൻ്റെ ടൈം പാസേജ് എപ്പോഴും ഈക്വലായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിലും, അതായത് ഈ എർത്തിൻ്റെ അവിടെ നിൽക്കുവാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സണ്ണിൽ നിൽക്കുവാണെങ്കിലും, അതായത് സൂര്യനിൽ നിൽക്കുകയാണെങ്കിലും നമ്മുടെ സമയം എപ്പോഴും, ഇപ്പോൾ എർത്തിലിപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിലോട്ട് പോകും, 2 എന്ന് പറഞ്ഞു, പിന്നെ 3 പോകും. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് ഹോളിൽ നിൽക്കുന്ന ആൾക്കും അതേപോലെ ഇപ്പോൾ ഒരാൾ ലൈറ്റിൻ്റെ സ്പീഡിൽ പോവുകയാണെങ്കിൽ അയാളുടെ ക്ലോക്കിലെ ടൈം എർത്തിലെ പോലെ തന്നെ ഇപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞാൽ 2ാമത്തെ സെക്കൻഡിലോട്ട് പോകും, 3ാമത്തെ സെക്കൻഡിലോട്ട് പോകും, 4ാമത്തെ സെക്കൻഡിലോട്ട് പോകും. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്കിലൂടെയാണ് നമ്മുടെ ഐസക് ന്യൂട്ടൻ. ഏകദേശം 2.5 നൂറ്റാണ്ടോളം ഐസക് ന്യൂട്ടൻ്റെ ലോസ്, അതായത് ഫിസിക്കൽ ലോസിനെ ബേസ് ചെയ്തിട്ടാണ് ഫിസിക്സ് ഏകദേശം മുന്നോട്ട് നീങ്ങിയത്. അതിനുശേഷം 19ാം നൂറ്റാണ്ട് അവസാനം ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈൻഡിങ് നടത്തി. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ആൾവേസ് കോൺസ്റ്റൻ്റ് അറ്റ് എവരിവെയർ. അതായത് ഏതൊരു ഒബ്സർവറും എവിടെ നിന്ന് നോക്കിയാലും ഇപ്പോൾ ഏത് വേഗതയിൽ പോവുകയാണെങ്കിലും, നമ്മളിപ്പോൾ ലൈറ്റിൻ്റെ 90% വേഗതയിൽ പോവുകയാണെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്. ഇറ്റ് വിൽ ബി 300,000 km/s. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഈ നമ്മളിപ്പോൾ ഏതൊരു പൊസിഷനിലാണെങ്കിലും എവിടെയാണെങ്കിലും സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അതായത് ലൈറ്റിൻ്റെ വേഗത എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ നല്ല സ്പീഡ് നീങ്ങുവാണെങ്കിലും, നിങ്ങളിപ്പോൾ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിലും, നിങ്ങളിപ്പോൾ ഇവിടെ വെറുതെ ഇറത്തി നിൽക്കുവാണെങ്കിലും എവിടെ നിൽക്കുവാണെങ്കിലും നിങ്ങൾ ലൈറ്റിൻ്റെ വേഗത വന്നാൽ എപ്പോഴും അതായത് 3 ലക്ഷം km/s. അതായത് 3 ലക്ഷമല്ല, 2 ലക്ഷം സംതിങ് ആണ്. പക്ഷേ 2,99,000 സംതിങ്, അതായത് 3 ലക്ഷത്തെ അടുത്ത്. സോ അതായത് നമുക്കിപ്പോൾ 3 ലക്ഷം കൂട്ടാം. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ആൾമോസ്റ്റ്, അതായത് 3 ലക്ഷം km/s. അതിനെ തുടർന്ന് 1905 സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന പേരിൽ തൻ്റെ കണ്ടെത്തലുകളെ ചെറുപ്പക്കാരനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പബ്ലിഷ് ചെയ്തു. അതിൽ ഐൻസ്റ്റീൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ടൈം ഈസ് നോട്ട് ആബ്സലൂട്ട്, ഇറ്റ് ഈസ് റിലേറ്റീവ് ടു ദ വെലോസിറ്റി ഓഫ് ദ ഒബ്സർവർ. നിങ്ങൾ ടൈം ട്രാവലിനെ പറ്റി പഠിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദ ട്വിൻ പാരഡോക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതായത് അത് ഇങ്ങനെയാണ്, അതായത് ഒരു ട്വിൻ സിബ്ലിങ്സ്, അതിൽ ഒരു ട്വിൻ ബ്രദറിനെയോ സിസ്റ്ററിനെയോ നമ്മളൊരു സ്പേസ് ക്രാഫ്റ്റിലോട്ട് കയറ്റും. അല്ലെങ്കിൽ ആ സ്പേസ് ക്രാഫ്റ്റ് ഏകദേശം ലൈറ്റിൻ്റെ സ്പീഡിൽ പോകുന്നൊരു സ്പേസ് ക്രാഫ്റ്റാണ്. എന്നിട്ട് ഒരു ട്വിൻ ബ്രദറിനെയോ അല്ലെങ്കിൽ സിസ്റ്ററിനെയോ നമ്മൾ എർത്തിൽ തന്നെ വെക്കും, അല്ലെങ്കിൽ ഭൂമിയിൽ തന്നെ നമ്മൾ വിടും. എന്നിട്ട് ഈ ട്വിൻ ബ്രദറിനെയോ സിസ്റ്ററിനെയോ നമ്മൾ നേരെ ഔട്ടർ സ്പേസിലോട്ട് വിടും. എന്നിട്ട് ഈ സ്പേസ് ക്രാഫ്റ്റ് ഒന്ന് കുറച്ച് ദൂരമൊക്കെ പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഈ സ്പേസ് ക്രാഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ക്ലോസ് ടു സ്പീഡ് ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റിൻ്റെ സ്പീഡിൽ കറക്റ്റായിട്ടൊന്നുമല്ല, എന്നാലും ഏകദേശം ലൈറ്റിൻ്റെ സ്പീഡിലോട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എർത്തിലോട്ടെത്തി കുറച്ച് നേരമൊക്കെ ചുറ്റിക്കറങ്ങി ഈ എർത്തിലോട്ട് തിരിച്ചെത്തും. ആ സമയത്ത് നമ്മൾ എർത്തിലുള്ള ആ ട്വിൻ ബ്രദറിനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചങ്ങായി ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വയസ്സനായിട്ടുണ്ടാവും. പക്ഷേ ഔട്ടർ സ്പേസിലോട്ട് വിട്ട
ആ ട്വിൻ ബ്രദർ ഭയങ്കര ചെറുപ്പമായിരിക്കും. അതായത് ഇതിനാണ് നമ്മൾ ട്വിൻ പാരഡോക്സ് എന്ന് പറയുക. ഇത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബേസ് ചെയ്തിട്ടുള്ളൊരു പാരഡോക്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് എന്താണ് ഒരു സ്പേസ് ടൈം എന്ന് പറഞ്ഞുതരാം. അതായത് ആദ്യം എല്ലാവരും കരുതിക്കൊണ്ടിരുന്നത് സ്പേസും ടൈമും വേറെ വേറെ എൻറ്റിറ്റീസ് ആണെന്നാണ്, അതായത് വേറെ വേറെയാണ്. പക്ഷേ ഐൻസ്റ്റീൻ പറഞ്ഞു സ്പേസും ടൈമും ഒന്നാണ്. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നൊരു 4 ഡയമെൻഷണൽ കണ്ടിന്യൂ ക്രിയേറ്റ് ചെയ്യും. അതിൽ 3 ഡയമെൻഷണൽ സ്പേസും 1 ഡയമെൻഷണൽ ടൈമും. നിങ്ങൾ വിചാരിച്ചോ, അതായത് നിങ്ങളൊരു ട്രെയിനിൻ്റെ ഉള്ളിലാണ്, നിങ്ങളുടെ നായ പ്ലാറ്റ്ഫോമിൽ ചുമ്മാ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അടുത്തൊരു ലൈറ്റ് ക്ലോക്കും ഉണ്ട്, ഒരു നോർമൽ ക്ലോക്കും ഉണ്ട്. ലൈറ്റ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ മുകളിലോട്ടും അടിയിലോട്ടും ഇങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ ഒന്നായിട്ട് കൗണ്ട് ചെയ്യും. ഡോഗിൻ്റെ അടുത്തുകൊണ്ട് ഒരു ലൈറ്റ് ക്ലോക്കും ഉണ്ട്, അതേപോലെ ഒരു നോർമൽ ക്ലോക്കും ഉണ്ട്. നിങ്ങളിത് മനസ്സിലാക്കിയോ? അതായത് ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇതൊരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല, റിയൽ ലൈഫിൽ നമുക്ക് നടത്തിയാൽ. ഇത് വേറൊരു തോട്ട് എക്സ്പെരിമെൻ്റ് ആണ്, അത് മനസ്സിലാക്കിയോ? ഇപ്പോൾ ട്രെയിൻ നീങ്ങാൻ തുടങ്ങി, നിങ്ങളിപ്പോൾ ട്രെയിനിൽ നീങ്ങിക്കൊണ്ടിരിക്കുക, അതേപോലെ നിങ്ങളുടെ നായ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ ചുമ്മാ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചുമ്മാ നിൽക്കുക. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ 2 പേരുടെ പെർസ്പെക്റ്റീവ്സ് നോക്കാം. ആദ്യം നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ, അതായത് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഈ ലൈറ്റ് ക്ലോക്കിൻ്റെയും അതേപോലെ ഈ നോർമൽ ക്ലോക്കിൻ്റെയും മൂവ്മെൻറ്റ് നമുക്ക് നോക്കാം. അതായത് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ലൈറ്റ് ക്ലോക്കും നോർമൽ ക്ലോക്കും നിങ്ങൾ നോക്കുക. അതായത് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതായത് നിങ്ങൾക്ക് കാണാം, ഇത് വെറുതെ ചുമ്മാ ഇങ്ങനെ മുകളിലോട്ട് അതായത് ഇപ്പോൾ ലൈറ്റ് ക്ലോക്കിൻ്റെ കാര്യമാണെങ്കിൽ അത് അപ്പ് ആൻഡ് ഡൗൺ ഫോർമാറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് നോർമൽ ക്ലോക്ക് സാധാ പോലെ തന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞ് അടുത്ത് സാധാ പോലെ ടേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നിങ്ങൾ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോകുന്നത് എപ്പോഴാണെന്ന് അറിയും? നിങ്ങൾ പുറത്തോട്ട് നോക്കുമ്പോഴാണ്, അതായത് നിങ്ങൾ നായയുടെ ക്ലോക്കിലോട്ട് നോക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഈ ഡോഗിൻ്റെ ക്ലോക്ക് മാത്രം, അതായത് നിങ്ങളുടെ ക്ലോക്കിനേക്കാളും സ്പീഡ് നീങ്ങിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ലൈറ്റ് ക്ലോക്കിൻ്റെ കാര്യമായാലും അതേപോലെ നോർമൽ ക്ലോക്കിൻ്റെ കാര്യമായാലും ഇത് സ്പീഡ് നീങ്ങുന്ന പോലെ നിങ്ങൾക്ക് തോന്നും കമ്പയർ ടു യുവർ സെൽഫ്. അതായത് നിങ്ങളുടെ ക്ലോക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ നായയുടെ ക്ലോക്ക് നല്ല സ്പീഡിൽ ഇങ്ങനെ നീങ്ങുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിനി ഡോഗിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കാം. ഡോഗിൻ്റെ പെർസ്പെക്റ്റീവ്, അതായത് ഡോഗിൻ്റെ നമ്മുടെ നായയുടെ അടുത്ത് നിൽക്കുന്ന ലൈറ്റ് ക്ലോക്കും നോർമൽ ക്ലോക്കും സാധാ പോലെ നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ നായനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം നിങ്ങളുടെ ലൈറ്റ് ക്ലോക്കിലോട്ടും നോർമൽ ക്ലോക്കിലോട്ടും നോക്കുമ്പോഴാണ്. അതായത് നിങ്ങളുടെ ക്ലോക്കും നോർമൽ ക്ലോക്കും ഈ നായയുടെ ക്ലോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ആയിട്ട് നീങ്ങും. ഇതിനാണ് നമ്മൾ പറയുന്ന ടൈം ഡയലേഷൻ. അതായത് നമ്മൾ ലൈറ്റിൻ്റെ വേഗതയിലോട്ട് നീങ്ങുന്തോറും നമ്മുടെ ക്ലോക്ക്, അതായത് ഈ മൂവ് ചെയ്യുന്ന ആളുടെ ക്ലോക്ക് സ്ലോ ഡൗൺ ആവും കമ്പയർ ടു ദ പേഴ്സൺ ഹു ഈസ് ജസ്റ്റ് ദ റെസ്റ്റ്. അതായത് ഒരാൾ റെസ്റ്റ് ചെയ്യുന്ന ആളെക്കാളും ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുടെ ടൈം സ്ലോ ഡൗൺ ചെയ്യും. അതേപോലെ ഈ വെറുതെ നിൽക്കുന്ന ആളുടെ ക്ലോക്ക് സ്പീഡിൽ നീങ്ങിക്കൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ പറയുന്ന ടൈം ഡയലേഷൻ അക്കോർഡിംഗ് ടു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്. അതായത് ലൈറ്റിൻ്റെ വേഗത എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ലൈറ്റിൻ്റെ ഒപ്പം ഓടുകയാണെങ്കിലും ലൈറ്റിൻ്റെ എതിരെ ഓടുകയാണെങ്കിലും നമ്മളിപ്പോൾ വെറുതെ നിൽക്കുകയാണെങ്കിൽ പോലും, നമ്മളിപ്പോൾ 100 കിലോമീറ്റർ വേഗത ഓടുകയാണെങ്കിലും, നമ്മളിപ്പോൾ ചുമ്മാ വെറുതെ നിൽക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലൈറ്റ് സോഴ്സിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഓടുകയാണെങ്കിൽ പോലും, അതായത് ലൈറ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിലും നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഓടുകയാണെങ്കിൽ, എങ്ങനെ ഓടുകയാണെങ്കിൽ പോലും, എങ്ങനെ നീങ്ങുകയാണെങ്കിൽ പോലും ഈ ലൈറ്റിൻ്റെ വേഗത എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കിത് മനസ്സിലാക്കാം ശരിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ടൈം ഡയലേഷൻ സംഭവിക്കുന്നത്. അതായത് നമ്മൾ നീങ്ങുന്ന വഴി നമുക്ക് ടൈം ഡയലേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഡയഗ്രത്തിലോട്ട് നോക്കും. ഇതാണ് മിൻകോസ്കി ഡയഗ്രാം ഓഫ് സ്പേസ് ടൈം. ഓക്കെ, അതിനകത്ത് ഹോറിസോണ്ടൽ ലൈൻ റെപ്രസെൻറ്റ്സ്, അതായത് നമ്മുടെ ഹോറിസോണ്ടൽ ആയ ലൈനിനെ നമ്മൾ സ്പേസ് ആയിട്ട് നമ്മൾ കണക്കാക്കുക. അതേപോലെ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനിനെ നമുക്ക് ടൈമായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് അപ്പോൾ ഒരാൾ നിൽക്കുന്ന, അതായത് പേഴ്സൺ ഹു ഈസ് അറ്റ് റെസ്റ്റ് വി ക്യാൻ കാൾ ഹിം. അതായത് റെസ്റ്റിൽ നിൽക്കുന്ന ആളെ നമുക്ക് പേഴ്സൺ എ എന്ന് വിളിക്കാം. അതേപോലെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ നമുക്ക് പേഴ്സൺ ബി എന്ന് വിളിക്കാം. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതായത് സ്പേസ് ഈസ് എ 4 ഡയമെൻഷണൽ കണ്ടിന്യൂം. അതായത് 3 ഡയമെൻഷൻ സ്പേസും 1 ഡയമെൻഷൻ ടൈമും. അതായത് റെസ്റ്റിലുള്ള ആൾ ഈ ടൈമിലൂടെ മാത്രമേ പോവുള്ളൂ. അത് എന്തുകൊണ്ടാണ് ഞാൻ ശരിക്കും നിങ്ങൾക്ക് അതായത് ശരിക്കും പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അതായത് റെസ്റ്റിലുള്ള ആൾ, അതായത് ടൈം എന്ന് പറഞ്ഞാൽ ഈ ടൈം നീങ്ങിക്കൊണ്ട്, അതായത് ടൈം ഒരിക്കലും അതൊരു നീങ്ങിക്കൊണ്ടേ ഇരിക്കും ഫോർവേഡായിട്ട്. അതായത് എപ്പോഴും ഫോർവേഡായിട്ട് നീങ്ങി പോകുന്നിരിക്കും. അതായത് ഇയാൾ ഇങ്ങനെ ടൈമിലൂടെ മാത്രമേ നീങ്ങുള്ളൂ. പക്ഷേ ഒരു മൂവ് ചെയ്യുന്ന ആൾ, അതായത് പേഴ്സൺ ബി, ഇയാൾ ഈ ടൈമിലൂടെയും ഈ സ്പേസിലൂടെയും നീങ്ങുന്നുണ്ടല്ലേ. അതായത് ഇങ്ങനെ അതായത് അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ നേരെ നടക്കുക, അതായത് നമ്മൾ നേരെ നടക്കുക, നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ നിന്ന് ഇങ്ങനെ അതായത് ഈ സൈഡിലൂടെ ഇങ്ങനെ, അതായത് ഒരു ഡയഗണലായിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടുതൽ ദൂരം ആരായിരിക്കും കവർ ചെയ്യുക? നിങ്ങളായിരിക്കും കൂടുതൽ ദൂരം കവർ ചെയ്യുക. അതായത് ഈ വെർട്ടിക്കൽ ലൈൻ കൂടുതൽ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ടൈമിൽ കൂടുതൽ പോകും. അതായത് അതുവഴി നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ക്ലോക്ക് ഫാസ്റ്റായിട്ട് നീങ്ങും. പക്ഷേ അതായത് ഈ സ്പേസിൻ്റെ ബേസ് ചെയ്തിട്ട്, അതായത് സ്പേസിൽ നിങ്ങൾ വെറുതെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ
ഈ ടൈമിലൂടെ മാത്രമേ ചലിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് ഈ സ്പേസിലൂടെയും ചലിക്കും, അത് നീങ്ങും. അതുവഴി ഫ്രണ്ടിൻ്റെ ക്ലോക്ക് സ്ലോ ഡൗൺ ആവും, അതേപോലെ നിങ്ങളുടെ ക്ലോക്ക് ഫാസ്റ്റ് ആവും. കമ്പയർ വിത്ത് അതായത് നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലോക്ക് ഫാസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ ക്ലോക്ക് അത് നിങ്ങൾ ഫ്രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്ലോക്ക് അതായത് ഫ്രണ്ടിൻ്റെ ക്ലോക്ക് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ബാക്കോട്ട് അടിച്ച് നോക്കിയാൽ മതി എന്താ കാരണം എന്നൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ കാരണം വെറും സിമ്പിളാണ്. അതായത് നമ്മൾ ഈ വീഡിയോയുടെ പല ഭാഗത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്. അതായത് നമ്മളിപ്പോൾ ലൈറ്റിന് നേരെ നീങ്ങുവാണെങ്കിലും ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് നീങ്ങുകയാണെങ്കിലും നമ്മൾ ചുമ്മാ നിൽക്കുവാണെങ്കിൽ പോലും ലൈറ്റിൻ്റെ വേഗത എപ്പോഴും അതായത് 3 ലക്ഷം km/s ആയിരിക്കും. ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞ കാരണം. അത് മനസ്സിലായി ഞങ്ങൾക്ക് ഒരു എക്സാമ്പിളോട് പറഞ്ഞുതരാം. അതായത് എന്തുകൊണ്ടാണ് ലൈറ്റിൻ്റെ വേഗതയോടെ നീങ്ങുന്നതോറും നമ്മളുടെ ടൈം ഡൈലേഷൻ സംഭവിക്കുന്നതിന് കാരണം അത് ഈ എക്സാമ്പിളോട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും, ഉറപ്പാണ്. നിങ്ങൾ റോഡിൽ കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഒരു 10 km/h വേഗതയിൽ. അപ്പോൾ ഒരു ബസ് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഒരു 30 km/h ഇങ്ങനെ നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോകും. അതേപോലെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടൊരു കാറ് ഒരു 40 km/h നിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ നീങ്ങിപ്പോകും. നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ബസ്സിൻ്റെ വേഗത അളക്കുവാണെങ്കിൽ അത് ഏകദേശം 20 km/h ആയിരിക്കും. അതേപോലെ കാറിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അത് 50 km/h ആയിരിക്കും. ഇപ്പോൾ അവിടെ റോഡ് സൈഡിൽ നിന്നിട്ട് ഒരാളിങ്ങനെ നോക്കുക, നിങ്ങളെല്ലാവരും നിരീക്ഷിക്കുക. അയാൾ നോക്കുമ്പോൾ നിങ്ങളുടെ വേഗത 10 km/h, ബസ്സിൻ്റെ കാര്യത്തിൽ അത് 30 km/h, അതേപോലെ കാറിൻ്റെ കാര്യത്തിൽ അത് 40 km/h ആയിരിക്കും. ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ബസ്സിൻ്റെ വേഗത അളന്നത് അത് 20 km/h ആണ്. അതേപോലെ കാറിൻ്റെ വേഗത അളന്നത് 50 km/h. അതായത് ബസ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ ബസ്സിൻ്റെ നേരെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 10 km/h വേഗത ആ ബസ്സിൻ്റെ കുറഞ്ഞതായിട്ട് നിങ്ങൾ റീഡ് ചെയ്തു. കാരണം നിങ്ങൾ 10 km/h അതായത് നിങ്ങൾ ആ വേഗതയിലാണ് നിങ്ങൾ ബസ്സിൻ്റെ ഒപ്പമാണ് ഓടുന്നത്. അത് ബസ്സിൻ്റെ വേഗതയുടെ ടുവേർഡ്സ് ആണ് നിങ്ങൾ ഓടുന്നത്. അതുകൊണ്ട് 10 km അതായത് km/h വേഗത കുറഞ്ഞതായിട്ട് നിങ്ങൾ റീഡ് ചെയ്യും. അതായത് നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ഓക്കെ ബസ്സിൻ്റെ വേഗത ആകെ 10 km അതായത് 20 km/h ഉള്ളൂ. അതായത് 30 km/h മൈനസ് അതായത് റെഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആകെ 20 km/h ആയിട്ടാണ്. പക്ഷേ നിങ്ങൾ കാറിൻ്റെ കാര്യത്തിൽ കാർ ഇങ്ങോട്ട് വരുന്നത് ഒരു 40 km/h. നിങ്ങൾ കാറിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഓടുന്നത്, ടുവേർഡ്സ് അല്ല. നിങ്ങൾ എഗെയിൻസ്റ്റ് ആയിട്ട് ഓടുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേഗതയും കൂടെ നിങ്ങൾ ആഡ് ചെയ്യും. കാരണം നിങ്ങൾ കാറിൻ്റെ എഗെയിൻസ്റ്റ് അല്ലേ ഓടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേഗത കൂടുതലായിട്ട് തോന്നും, കാറിൻ്റെ വേഗത കൂടുതലായിട്ട് തോന്നും. അതായത് 50 km ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങൾ കാറിൻ്റെ എഗെയിൻസ്റ്റ് ഓടുന്നതുകൊണ്ട് നിങ്ങളുടെ വേഗതയും കാറിൻ്റെ വേഗതയും കൂടെ കൂട്ടി അത് 50 km/h ആയിട്ട് മാറും. നമ്മൾ കണ്ടല്ലോ, അതായത് അവിടെ ചുമ്മാ നിൽക്കുന്ന ആൾ റീഡ് ചെയ്തത് നിങ്ങളുടെ വേഗത 10 km, ബസ്സിൻ്റെ വേഗത 30 km, അതേപോലെ കാറിൻ്റെ വേഗത ഏകദേശം 40 km/h റീഡ് ചെയ്തത്. പക്ഷേ നിങ്ങൾ റീഡ് ചെയ്തപ്പോൾ അത്രയായി, ബസ്സിൻ്റെ വേഗത 20 km/h, കാറിൻ്റെ വേഗത 50 km/h മാറി. പക്ഷേ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരിക്കലും നടക്കുകയില്ല. ലൈറ്റിൻ്റെ വേഗത ഇപ്പോൾ അവിടെ വെറുതെ നിൽക്കുന്ന ആൾ അളന്നാലും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ അളന്നാലും അത് 3 ലക്ഷം km/s ആയിരിക്കും. അതായത് ലൈറ്റിൻ്റെ വേഗത ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയില്ല. അതായത് ലൈറ്റിൻ്റെ വേഗത എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് സമയം മാത്രമേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഒരാൾ സ്പീഡ് നീങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ നല്ല ഗ്രാവിറ്റേഷൻ ഫീൽഡിനെ കുറിച്ച് നമ്മൾ ജനറൽ തിയറി റിലേറ്റിവിറ്റി ടൈം ട്രാവലിൻ്റെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, അതായത് ഒരാളിപ്പോൾ നല്ല ഹൈ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിൽക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഒരാൾ നല്ല സ്പീഡ് നീങ്ങുവാണെങ്കിലും അവർ ലൈറ്റിൻ്റെ വേഗതയിലോട്ട് അടുക്കുന്നത്. പക്ഷേ അതായത് ലൈറ്റിന് കൂടുതൽ ഒന്നെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് റിലേറ്റഡ് ചെയ്യുമ്പോൾ ഈ ലൈറ്റിന് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് ഈ ലൈറ്റിൻ്റെ കേസിൽ ഇപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിലോട്ട് അടുക്കുന്ന തോറും നമ്മൾ അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സമയം സ്ലോ ഡൗൺ ചെയ്ത് കൊടുക്കും. പക്ഷേ ഒരാളിപ്പോൾ റെസ്റ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് വേണ്ടി സമയം നീങ്ങിക്കൊണ്ടേയിരിക്കും, സ്പീഡ് നീങ്ങും. കാരണം അയാൾ റെസ്റ്റിലാണ്. അതുകൊണ്ട് അതായത് എപ്പോഴും എല്ലാവർക്കും ലൈറ്റിൻ്റെ സ്പീഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനുവേണ്ടി മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ടൈം ഡയലേഷൻ സംഭവിക്കുന്നത്. കാരണം ടൈം ഡയലേഷൻ സംഭവിച്ചില്ലെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് വേറെ ആയിരിക്കും. ഇപ്പോൾ ഇയാൾക്ക് ചിലപ്പോൾ ഒരാളിപ്പോൾ നല്ല സ്പീഡിൽ നീങ്ങുവാണെങ്കിൽ അയാൾക്ക് അതായത് ലൈറ്റിൻ്റെ വേഗത കുറഞ്ഞായിട്ട് തോന്നും. ഒരാളിപ്പോൾ ചുമ്മാ നിൽക്കുവാണെങ്കിൽ അയാൾക്ക് ലൈറ്റിൻ്റെ വേഗത അതായത് സാധാരണ പോലെ തോന്നും. ഒരാളിപ്പോൾ ലൈറ്റിൻ്റെ എതിരെ പോവുകയാണെങ്കിൽ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡ് കൂടുതലായിട്ടും തോന്നും. ഇയാൾക്ക് കുറഞ്ഞത് അങ്ങോട്ട് സ്പീഡിൽ പോകുന്ന ആൾക്ക് ലൈറ്റിൻ്റെ വേഗത കൂടുതലായിട്ടും തോന്നും. ഒരാൾ ചുമ്മാ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് വേഗത സാധാ പോലെ തോന്നും. ഓക്കെ, അതിൽ വലിയ കാര്യമില്ല. കാരണം ഓക്കെ, അതായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും.
അതായത് ഇയാൾക്ക് ടൈം സ്ലോ അത് നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതായത് ആ ട്രെയിനിൻ്റെ എക്സാമ്പിൾ. അതിനകത്ത് നമ്മൾ ലൈറ്റ് ലോ ഇത് ഒന്നും കൂടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് ഈ ട്രെയിൻ ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ച് നോക്കിയില്ല, അതായത് ഈ ട്രെയിൻ ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് ഈ ട്രെയിനിൻ്റെ ഉള്ളിലെ ആളുടെ ലൈറ്റ് ക്ലോക്ക് പോകുന്നുണ്ടോ, അതായത് സിക്സ് ആക്ക് രീതിയിൽ. പക്ഷേ ഇവിടെ നമ്മുടെ ഡോഗിൻ്റെ കാര്യത്തിൽ, അത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഡോഗിൻ്റെ ലൈറ്റ് ക്ലോക്ക് പോകുന്നുണ്ടോ, അതായത് ചുമ്മാ വെർട്ടിക്കലായിട്ട്, അതായത് ഇവിടെ ഇങ്ങനെ സിക്സാഗ് പോകുന്ന വഴി, അതായത് ഇത് വെർട്ടിക്കൽ ഇതിലൂടെ. ഇപ്പം നമ്മളിപ്പോൾ പക്ഷേ ഇവിടെ നമ്മുടെ ഡോഗിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ അതിങ്ങനെ വെർട്ടിക്കലായിട്ടും നീങ്ങും. പക്ഷേ ഇവിടെ ഒരു ഹോറിസോണ്ടൽ, അതായത് ഹൈപ്പോട്ടനൂസ് വഴി ഇപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ വെർട്ടിക്കൽ ലൈന് പെട്ടെന്ന് മണ്ടയിലെത്തും. പക്ഷേ ഇപ്പോൾ ഈ ഹോറിസോണ്ടലിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ദൂരം കൂടുതലെടുക്കും. അതേപോലെ തന്നെ ഇതിപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിൽ എത്തും തോറും നമ്മുടെ ഈ ഹോറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻ, അതായത് വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരുന്ന ഹോറിസോണ്ടൽ ലൈനുമായിട്ട് ചേരും. അതായത് ഇതിനെപ്പറ്റി ഞാൻ ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു ലൈറ്റായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, അതായത് നിങ്ങളിപ്പോൾ ഒരു ലൈറ്റായിട്ട് കണക്കാക്കുക, എന്നിട്ട് ആ ലീഡറോ നിങ്ങൾ കണ്ടുപോകുക. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ലൈറ്റിൻ്റെ വേഗതയിൽ പോകുന്തോറും നിങ്ങൾക്ക് ആ മിൻകോസ്കി ഡയഗ്രാം ഓഫ് സ്പേസ് ഒന്നും കാണിച്ചു തരാം. അതായത് ഈ ഡയഗ്രാമത്തിൽ വെർട്ടിക്കൽ ലൈൻ കണ്ടില്ലേ, ഇതാണ് ടൈം, ഇത് ഹോറിസോണ്ടൽ സ്പേസ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ എത്ര നിങ്ങൾ ഈ സ്പേസിൽ കൂടെ സ്പീഡ് നീങ്ങാൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾ ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അത് നിങ്ങൾ അടിയിലോട്ട് വരുന്തോറും നിങ്ങൾക്ക് ടൈം എക്സ്പീരിയൻസ് ചെയ്യല. അതായത് ഈ വെറുതെ നിൽക്കുന്ന ആളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അത് സ്പീഡിൽ അങ്ങ് പോയിക്കോളും. കാരണം ലൈറ്റിൻ്റെ വേഗത കോൺസ്റ്റൻ്റ് ആകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഇയാളിങ്ങനെ കയറി പോകും. പക്ഷേ എത്ര സ്പീഡ് കൂടിത്തോറും ഇയാളിങ്ങനെ അടിയിലോട്ട് വരും. ലൈറ്റിൻ്റെ വേഗത്തിൽ നിങ്ങൾക്ക് ടൈമേ എക്സ്പീരിയൻസ് ചെയ്യാറ്. ആ കാര്യം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തോന്നും. ഇപ്പോൾ നിങ്ങൾ കരുതും, അതായത് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയാൽ അത് ലൈറ്റിൻ്റെ വേഗത്തിൽ പോകുന്നത്, അതായത് ലൈറ്റിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്പേസ് ക്രാഫ്റ്റ് അങ്ങ് ഉണ്ടാക്കിയാലോ ലൈറ്റിൻ്റെ വേഗതയിൽ പോയില്ലേ. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് നമുക്കൊരിക്കലും ടൈം എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കൊരു സ്പേസ് ക്രാഫ്റ്റ് അങ്ങ് ഉണ്ടാക്കിയാലും അത് നമ്മളെ കൊണ്ട് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞില്ല. അതായത് നമ്മൾ ലൈറ്റിൻ്റെ വേഗതയിലോട്ട് എത്തുന്തോറും നമ്മുടെ മാസ് ഇൻക്രീസ് ചെയ്യും. നമുക്ക് ഒരുപാട് എനർജി വേണം. ഒരുപാട് എനർജി നമ്മൾ ഒരുപാട് എനർജി ഉള്ളൊരു വസ്തുവായി മാറും. അതുപോലെ നമുക്ക് ഒരുപാട് എനർജി വേണം പിന്നെ മുന്നോട്ട് നീങ്ങാനും. മനസ്സിലായോ? അതായത് ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി തന്നെ ഐൻസ്റ്റീൻ പറയുന്നത് നമുക്കറിയില്ല, ഫേമസ് ഇക്വേഷനാണ് E=mc². അതിന് പറയുന്നത് അതായത് എനർജി ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ മൾട്ടിപ്ലൈ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് സ്ക്വയർഡ്. സോ അതായത് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ലൈറ്റിൻ്റെ എത്ര സ്പീഡ് അടുത്തേക്ക് ചെല്ലും തോറും നമ്മുടെ മാസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമുക്ക് കൂടുതൽ എനർജി വേണ്ടി വരും. അതേപോലെ നമ്മൾ കൂടുതൽ എനർജിയുള്ള ഒരു വസ്തുവായി മാറിയിട്ടുണ്ടാവും. അത് നല്ല എനർജിയുള്ള വസ്തു എന്ന് പറഞ്ഞാൽ നല്ല മാസമുള്ള വസ്തു. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫിനൈറ്റ് എനർജി വേണ്ടി വരും. അതായത് നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ഇൻഫിനൈറ്റ് എനർജി വേണം. അതുകൊണ്ട് നമുക്ക് ഇനി ഭാവി പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇൻഫിനൈറ്റ് കാൽക്കുലേഷൻ നമ്മളെ കൊണ്ട് ഇപ്പോൾ നടക്കില്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി ഭാവിയിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയത്തില്ല. കാരണം ഇപ്പോഴത്തെ ഓരോ ടെക്നോളജീസൊക്കെ 2000 കൊല്ലം മുന്നത്തെ ആൾക്കാരെ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാജിക് ആയിരിക്കും. പക്ഷേ ഇനി ചിലപ്പോൾ 2-3-4 നൂറ്റാണ്ടൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ അടുത്തോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും. സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ലൈറ്റിൻ്റെ വേഗതയിൽ പോകാൻ പറ്റിയില്ല. കാരണം മാസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻഫിനൈറ്റ് മാസ്സായി മാറും. അതായത് ഇൻഫിനൈറ്റ് എനർജി നമുക്ക് വേണ്ട ഒരു തുള്ളി നീങ്ങാൻ തന്നെ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല. അതായത് ഇപ്പോൾ ചുമ്മാ വെറുതെ നിലത്തിരിക്കുന്ന ഒരു ബുള്ളറ്റ്, ഈ ബുള്ളറ്റ് അതിന് ചെറിയൊരു മാസമല്ലേ ഉള്ളൂ. പക്ഷേ അത് അങ്ങോട്ട് വീട്ടിൽ വെക്കുമ്പോൾ നല്ല സ്പീഡിൽ അങ്ങ് പോവുകയല്ലേ. അപ്പോൾ അതിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ അത് ആദ്യം എല്ലാവരും വിചാരിച്ചിട്ട് ഈ മാസ് വരെ അത് നമുക്ക് വേറൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം E=mc² കുറിച്ച്. സിമ്പിളായി പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുക. പക്ഷേ നമ്മളൊന്ന് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡിലോട്ട് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നതോറും അതായത് നമ്മുടെ സ്പീഡ് മാസ് വഴി റെഡ്യൂസ് ആവും. ഓക്കെ, അതുകൊണ്ട് നമ്മളെക്കൊണ്ട് ഒരിക്കലും ഒരു സ്പേസ് ക്രാഫ്റ്റ് ലൈറ്റിൻ്റെ സ്പീഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുവഴി നമുക്കല്ലാതെ നമുക്ക് ഒരിക്കലും ആ സ്പീഡിൽ ഓടാൻ പറ്റില്ല. അല്ല ഫ്ലാഷിനൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ നമ്മളെക്കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെക്കൊണ്ട് പറ്റിയില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ടൈം ട്രാവലിനെ പറ്റി നന്നായി മനസ്സിലായി ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് അടിച്ച് നോക്കി നിങ്ങൾക്കൊന്നും മനസ്സിലാവും. സോ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ ആദ്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. സോ
നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. സോ അതായത് നിങ്ങളിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് പഠിക്കുന്നത് ഉറപ്പാണ്, നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ചെറുതായിട്ട് കുഴയ്ക്കും, സ്വാഭാവികമാണ്. സോ നിങ്ങളൊന്നുകൂടെ വേണേൽ കണ്ടു നോക്ക്, അല്ലെങ്കിൽ നമുക്ക് നേരെ മുന്നോട്ട് പോവാം. നമുക്ക് കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിൾസ് കാണാം. അതായത് ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതായത് ഒന്നാമതായിട്ട് റഷ്യൻ കോസ്മോണോട്ടായ സെർജി അവ്ദിവേ. അതായത് ഇയാളൊരു റഷ്യൻ കോസ്മോണോട്ടാണ്. അതായത് ഈ മുകളിലുള്ള സ്പേസ് ക്രാഫ്റ്റിൽ കൂടെ ഇങ്ങനെ അതായത് ഭൂമിക്ക് ചുറ്റും സഞ്ചരിക്കുന്ന ഒരു റഷ്യൻ അതായത് ആ സ്പേസ് ക്രാഫ്റ്റിൽ ഒരു 747 ദിവസം ചിലവഴിച്ചു. അതുകൊണ്ട് അതുവഴി ഈ സെർജി അവ്ദിവേ ലോകത്തിലെ അതായത് ഏറ്റവും കൂടുതൽ ടൈം ട്രാവൽ ചെയ്തൊരു വ്യക്തിയായിട്ട് മാറി. അതായത് എർത്തിലെ എല്ലാവരും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെർജി അവ്ദിവേ 0.02 സെക്കൻഡ് യങ്ങറാണ് അയാൾ. അതായത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരെ വെച്ച് നോക്കുമ്പോൾ അതായത് 747 ദിവസത്തോളം 27,000 km/h അതായത് ഇങ്ങനെ ഭൂമിക്ക് ചുറ്റിയതുകൊണ്ട് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബേസ് ചെയ്ത ടൈം ഡയലേഷൻ സംഭവിച്ചു. അതായത് ഈ സെർജി അവ്ദിവേക്ക്. അതേപോലെ തന്നെ നമുക്ക് വേറെ എക്സാമ്പിൾസ് കാണാം. അതായത് GPS-ൻ്റെ കാര്യത്തിൽ GPS നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ ചില സമയങ്ങളിൽ നല്ല സ്പീഡിൽ കറങ്ങും. ഇത് നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ ഈ GPS-ലെ ടൈം ഡയലേഷൻ സംഭവിക്കും. അതായത് നമ്മുടെ ക്ലോക്കിനേക്കാളും ഇച്ചിരി സ്ലോ ഡൗൺ ആയിട്ട് GPS-ൻ്റെ ക്ലോക്കിൽ കാണിക്കും. അത് നമ്മളെ ടെക്നീഷ്യൻസ്, അതായത് GPS ടെക്നീഷ്യൻസ്, അവരൊക്കെ സയൻറ്റിസ്റ്റുകളൊക്കെ അവരൊക്കെ ഇത് മാറ്റും, അതായത് ടൈം ശരിയാക്കും. അതായത് ഈ GPS-ൽ അതേപോലെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാം ഈ ടൈം ഡയലേഷൻ ഓൺ ദ ബേസ് ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കാൻ നിങ്ങൾക്കൊരു ഭാഗ്യം ലഭിച്ചു. അതായത് നിങ്ങൾക്ക് ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് 1 മണിക്കൂർ ചിലവഴിക്കാൻ പറ്റി. അതായത് ഒന്നും പറ്റാതെ, അതായത് നിങ്ങൾക്ക് 1 മണിക്കൂർ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് ജീവിക്കാൻ പറ്റി. എന്നിട്ട് നിങ്ങൾ നേരെ എർത്തിലോട്ട് നിങ്ങൾക്ക് തിരിച്ചെത്താൻ പറ്റി. എന്നിട്ട് നിങ്ങൾ എർത്തിലെത്തിയ സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ആകെ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ടാവും. നിങ്ങളാകെ അവിടെ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് ഒരു 1-2 മണിക്കൂറേ ചിലവഴിച്ചിട്ടുള്ളൂ. അതേപോലെ ബാക്കി തിരിച്ചോട്ട് നിങ്ങൾ എർത്തോട്ട് എത്താൻ നിങ്ങൾക്ക് ഇച്ചിരി നേരം എടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ എർത്തിലോട്ട് എത്തുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ടാവും. എർത്തിൽ ഒരുപാട് ഡെക്കേഡ്സോ ചിലപ്പോൾ സെഞ്ചുറീസ് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. നിങ്ങൾ ആ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതിനാണ് നമ്മൾ പറയുന്നത് ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷൻ അക്കോർഡിംഗ് ടു ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അതായത് നമ്മളൊരു മാസീവായ ഒരു ഒബ്ജക്റ്റിൻ്റെ അടുത്ത് നമ്മൾ എത്ര കാലം താമസിക്കുന്നു അല്ലെങ്കിൽ എത്ര കാലം നിൽക്കുന്നു അത്രമാത്രം ടൈം ഡയലേഷൻ സംഭവിക്കും. 1915 ആൽബർട്ട് ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിൻ്റെ 2ാം ഭാഗം എന്ന് പറയാം. ഓക്കെ, അതായത് ഇതിൽ ഈ 2ാം ഭാഗമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പബ്ലിഷ് ചെയ്തു. ഇതിനകത്ത് മെയിനായിട്ട് ന്യൂട്ടൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഗ്രാവിറ്റീനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതായത് ന്യൂട്ടൺ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസീവായ ഒബ്ജക്റ്റ് എന്തോ ഒരു ഫോഴ്സ് കാരണം കൊണ്ട് ലെസ് മാസീവായ ഒരു ഒബ്ജക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഐൻസ്റ്റീൻ പറഞ്ഞ ഇത് അങ്ങനെയല്ല. അതായത് ഇതിനൊരു പ്രത്യേക ഫോഴ്സോ അതൊന്നുമല്ല. അതായത് ഈ ലെസ് മാസീവായ സാധനത്തിനെ മാസീവ്, അതായത് വെയിറ്റുള്ള ഒരു സാധനം അല്ലെങ്കിൽ നല്ല മാസമുള്ള ഒരു സാധനം അട്രാക്റ്റ് ചെയ്യുന്നതിന് കാരണം, അതായത് ഈ ഹൈ മാസീവായ ഒരു വസ്തു അത് സ്പേസ് ടൈമിനെ വല്ലാണ്ട് ബെൻഡ് ചെയ്യും. ആ ബെൻഡ് ചെയ്യുന്ന വഴിയാണ് ഈ ലെസ് മാസീവായ ഒരു സാധനം ഈ ഹൈ മാസീവായ ഒരു സാധനത്തോട്ട് അടുക്കുന്നത്. അങ്ങനെയാണ് ഐൻസ്റ്റീൻ പ്രൂവ് ചെയ്തത്. അതായത് ബെൻഡിങ് ഓഫ് ദ സ്പേസ് ടൈം ഈസ് റീസൺ ഫോർ ദ എക്സ്പീരിയൻസ് ഓഫ് ദ ഗ്രാവിറ്റി. ഇവിടെ എന്തുകൊണ്ടാണ് ടൈം ഡയലേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷൻ സംഭവിക്കുന്നത്? അതായത് ഒരു നല്ല ഹൈ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടൈം, അതായത് മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ടൈം പതുക്കിയേ പോകത്തുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അതായത് അതിന് റീസൺ ഒന്നേ ഉള്ളൂ. അതായത് ഹൈ മാസീവായ ഒരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്ലാക്ക് ഹോളിൻ്റെ കാര്യം എടുക്കുക. അതായത് ഇത് വല്ലാണ്ട് ഈ സ്പേസ് ടൈം ബെൻഡ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ലൈറ്റിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതായത് കുറേ നേരം എടുക്കും. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൈം ഡയലേഷൻ സംഭവിക്കുന്നത്. അതായത് ലൈറ്റിൻ്റെ സ്പീഡ് എല്ലാവർക്കും ഒരുപോലെ തോന്നിക്കണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബ്ലാക്ക് ഹോളിൽ നിൽക്കുവാണെങ്കിലും എർത്തിൽ നിൽക്കുവാണെങ്കിലും എവിടെ നിൽക്കുവാണെങ്കിലും നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ ഒട്ടും ഗ്രാവിറ്റേഷൻ ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുവാണെങ്കിലും അതേപോലെ നല്ല ഗ്രാവിറ്റേഷൻ സ്ഥലത്ത് നിൽക്കുവാണെങ്കിലും നമ്മൾ കൗണ്ട് ചെയ്താൽ, അതായത് ലൈറ്റിൻ്റെ വേഗത പറഞ്ഞാൽ അത് എപ്പോഴും 3 ലക്ഷം km/s ആയിരിക്കണം. ഇപ്പോൾ അത് അങ്ങനെ അല്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് നല്ല ഗ്രാവിറ്റേഷനുള്ള സ്ഥലത്ത് ലൈറ്റിൻ്റെ വേഗത കുറഞ്ഞും തോന്നിക്കും. അതേപോലെ ഒട്ടും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത്, അതായത് ഇപ്പോൾ നമ്മൾ മൂണിലൊക്കെ നിൽക്കുവാണെങ്കിൽ ചന്ദ്രനിലൊക്കെ നിൽക്കുവാണെങ്കിൽ അവിടെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വേഗത തോന്നിക്കും ഈ ലൈറ്റിൻ്റെ വേഗത. പക്ഷേ ഒരിക്കലും നമുക്ക് 3 ലക്ഷം km/s ചിലപ്പോൾ കിട്ടില്ല. കാരണം അതിനും ഇച്ചിരി മാസം ഉണ്ടല്ലോ. സോ അതുകൊണ്ട് എപ്പോഴും ഈ ലൈറ്റിൻ്റെ വേഗത ഒന്ന് തന്നെ കിട്ടണമെങ്കിൽ ഈ
ടൈം ഡൈലേഷൻ നടക്കണം. അല്ലാതെ നമുക്ക് ഒരിക്കലും ലൈറ്റിൻ്റെ വേഗത എല്ലായിടത്തും ഈക്വൽ ആകത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ടൈം ഡൈലേഷൻ, ഗ്രാവിറ്റേഷൻ ടൈം ഡൈലേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. കാരണം നമുക്ക് ആ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിൻ്റെ ഏകദേശം ഒരു ടൈം, അതായത് നമ്മൾ ടൈം ട്രാവലിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് ഏകദേശം സിമിലാരിറ്റി രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് അതേപോലെയൊക്കെ തന്നെ പറയാം, വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല. അതായത് നല്ല ഗ്രാവിറ്റേഷൻ ഫീൽഡുള്ള സ്ഥലത്ത് അതേപോലെ നല്ല സ്പീഡിൽ പോകുന്നത് ഒരു സാധനത്തിന് ടൈം സ്ലോ ഡൗൺ ചെയ്തു, അതേപോലെ നല്ല ഗ്രാവിറ്റേഷനുള്ള സ്ഥലത്ത് ടൈം സ്ലോ ഡൗൺ ചെയ്ത് കൊടുക്കും. അതേപോലെ രണ്ടും ഏകദേശം ടൈം, അത് ഓൺ ദ ബേസ്. അത് നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ടൈം ട്രാവലിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട വേറൊരു വീഡിയോ ചെയ്യാം, അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ബേസ് ചെയ്തിട്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ടൈം ഡൈലേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരു നല്ല മാസീവായ വസ്തുവിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ടൈം ഡൈലേഷൻ എക്സ്പീരിയൻസ് ചെയ്യാതെ നമ്മുടെ ടൈം സ്ലോ ഡൗൺ ചെയ്യും. അതായത് ഒരു ലെസ് മാസീവായ ഒരു ഒബ്ജക്റ്റിൽ നിൽക്കുന്ന ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോർ മാസീവായ ഒരു വസ്തുവിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്ക് ടൈം സ്ലോയിലേ പോവുള്ളൂ. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ എർത്തിൽ നിൽക്കുക, നിങ്ങളിപ്പോൾ ജൂപ്പിറ്ററിൽ നിൽക്കുക, നിങ്ങളുടെ ക്ലോക്ക് എൻ്റെ ക്ലോക്കിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ഡൗൺ ആയിരിക്കും, പതുക്കെ പോകത്തുള്ളൂ. അതായത് അതേപോലെ തന്നെ ഞാനിപ്പോൾ ജൂപ്പിറ്ററിൽ നിൽക്കുക, നിങ്ങളിപ്പോൾ സണ്ണിൽ നിൽക്കുക, സൂര്യനിൽ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ ക്ലോക്കായിരിക്കും എൻ്റെ ക്ലോക്കിനേക്കാളും സ്ലോയിൽ നീങ്ങുക, എൻ്റെ ക്ലോക്ക് ഇച്ചിരി ഫാസ്റ്റ് നീങ്ങും. ഞാൻ ഇപ്പോൾ ജൂപ്പിറ്ററിൽ നിൽക്കുകയാണ്, അത് മാസ് കൂടുന്നതിനനുസരിച്ച്. അതേപോലെ ഇപ്പോൾ അതായത് ബ്ലാക്ക് ഹോളിൽ നിൽക്കുന്ന ആൾക്ക് സ്ലോയിൽ പോകുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് അത് തന്നെ മാസ് കൂടുന്നതിനനുസരിച്ച് ടൈം ഡൈലേറ്റ് ചെയ്യും, അതായത് ടൈം സ്ലോ ഡൗൺ ആവും. അത് അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അതാണ് രണ്ടാമത്തെ മെത്തേഡ്, നമുക്ക് ടൈം ട്രാവൽ ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ്, ഫ്യൂച്ചറിലോട്ട്. ഇത്രയും നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത മെത്തേഡാണ് നമുക്ക് ഫ്യൂച്ചറിലോട്ടോ അല്ലെങ്കിൽ ടൈം ട്രാവൽ ചെയ്യാനുള്ള അടുത്ത മെത്തേഡാണ് ക്രയോ സ്ലീപ്പ്. ഇതൊരു ടൈപ്പ് ടൈം ട്രാവൽ മെത്തേഡാണ്. ഇവിടെ നമ്മുടെ ശരീരത്തിൽ നന്നായി തണുപ്പിക്കും, അതുവഴി നമ്മൾ ഹൈബർനേഷനിലോട്ട് പോകും. അതായത് നമ്മൾ ഈ കരടിയുടെ കാര്യമൊക്കെ കണ്ടിട്ടില്ല, കരടികൾ ഈ തണുപ്പ് കാലം ആയി കഴിഞ്ഞാൽ ഇറ്റുകൾ ഒരു ഹൈബർനേഷൻ സ്റ്റേജിലോട്ട് പോകും. അതായത് ഫുൾ ഉറക്കമായിരിക്കും. അതായത് പിന്നെ ഇവർ പുറത്തോട്ട് ഭക്ഷണം തേടി പോകില്ല, കാരണം ആ സമയത്ത് ഭക്ഷണമൊന്നും കിട്ടിയല്ല. അതുകൊണ്ട് ഇവർ ഒരു ഹൈബർനേഷനിൽ പോകും. അതേപോലെ നമ്മുടെ ശരീരത്തെ തണുപ്പിച്ച് നമ്മുടെ മെറ്റബോളിസമൊക്കെ കുറച്ച് നമ്മുടെ ഏജ് സ്ലോ ആവും. കാരണം നമുക്ക് മെറ്റബോളിസം, നമ്മുടെ കെമിക്കൽ റിയാക്ഷനൊക്കെ സ്ലോ ഡൗൺ ആവും. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കെമിക്കൽ ക്രിയേച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഹൈബർനേഷൻ, ഇത് ക്രയോ സ്ലീപ്പ് വഴി നമ്മുടെ ശരീരത്തെ തണുപ്പിച്ച് നമ്മൾ ഏജ് സ്ലോ ആക്കുകയുള്ളൂ. അതായത് ഇതുവഴി നമുക്ക് ലോങ് സ്പേസ് മിഷൻസ്, ആസ്ട്രോനോട്ട്സിൻ്റെയൊക്കെ ശരീരം ഇങ്ങനെ ക്രയോ സ്ലീപ്പിലിട്ടിട്ട് ലോങ് സ്പേസ് മിഷൻസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ ഉപയോഗിക്കാം. നമുക്ക് ചില സിനിമകളിലൊക്കെ കാണാം, അതായത് ഈ ടൈം ട്രാവൽ, അതായത് ക്രയോ സ്ലീപ്പ് ഉപയോഗിച്ചിട്ട് ടൈം ട്രാവൽ ചെയ്യുന്നതായിട്ട്. അതായത് പാസഞ്ചർ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ക്രയോ സ്ലീപ്പ് ഉപയോഗിച്ച് നമുക്ക് ഫ്യൂച്ചറിലോട്ട് ടൈം ട്രാവൽ ചെയ്യാം. പക്ഷേ വാട്ട് അബൌട്ട് ഗോയിങ് ടു പാസ്റ്റ്? നമുക്ക് എങ്ങനെ പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ പറ്റത്തില്ല. പക്ഷേ ശരിക്കും നമുക്ക് പാസ്റ്റിലോട്ട് നമുക്ക് നോക്കാം. അതായത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഡിസ്റ്റൻറ്റ് ഗാലക്സിയിലുള്ള പ്ലാനറ്റ്സോ അല്ലെങ്കിൽ സ്റ്റാറോ നമ്മളിപ്പോൾ ഈ ആകാശത്തിലോട്ട് നോക്കിയാലേ, ആ സമയത്ത് നമ്മൾ കാണുന്ന സ്റ്റാറുകൾ ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ പല മടങ്ങ് വർഷങ്ങൾ മുമ്പുള്ള അവരുടെ ആ രൂപമാണത്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ആകാശത്തോട്ട് നോക്കുക. ആ സമയത്ത് നമ്മളൊരു പ്ലാനറ്റ് കണ്ടു. അവിടെ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഏലിയൻസൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുക. അപ്പോൾ നമ്മൾ കരുതേണ്ടത്, അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, അത് നമ്മുടെ എർത്തും ഈ പ്ലാനറ്റും തമ്മിൽ ഏകദേശം 25,000 ലൈറ്റ് ഇയേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് എഴുതിക്കോ. അപ്പോൾ നമ്മളിത് കാണുന്നത് എന്നാണെന്നറിയോ? അതായത് 25,000 കൊല്ലം മുമ്പുള്ള ആ ഏലിയൻസിനെ നമ്മൾ കാണുന്നത്. അതായത് അവരുടെ പാസ്റ്റാണ് നമ്മളിപ്പോൾ ഇരുന്ന് കാണുന്നത്. നമ്മളത് ഇങ്ങനെ വാച്ച് ചെയ്താണ് നമ്മൾ വേറെ പരിപാടിയൊക്കെ നമ്മൾ നോക്കി വെക്കുകയാണെങ്കിൽ, അതായത് അവരുടെ ആ 25,000 കൊല്ലം മുമ്പുള്ള അവരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് നമ്മളിപ്പോൾ ഏകദേശം പാസ്റ്റിലോട്ട് നമുക്ക് നോക്കാൻ പറ്റി. പക്ഷെ നമുക്ക് ശരിക്കും ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് നമുക്കൊരു ശരിയായ ഉത്തരവൊന്നുമില്ല. പക്ഷേ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്, അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൈം ട്രാവൽ ചെയ്യാം, അതായത് വേം ഹോൾസിലൂടെ. അതായത് പക്ഷേ ഇത് വേറൊരു സ്പെക്കുലേഷനും അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് എവിഡൻസോ അല്ലെങ്കിൽ ഇതിനായിട്ടുള്ള ടെക്നോളജീസൊന്നും നമ്മുടെ അടുത്ത് ഇല്ല. പക്ഷേ അതേപോലെ തന്നെ കുറേ പാരഡോക്സ് ഇത് ബേസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. അതായത് ഈ പാരഡോക്സിൽ പറയുന്നത്, നമ്മൾ ഒരു ടൈം മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ പാസ്റ്റിലോട്ട് പോകും. നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ചെറുപ്പമായിരുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകും. എന്നിട്ട് ഈ ഗ്രാൻഡ് ഫാദറിനെ വെടിവെച്ചാൽ കൊല്ലും. എന്നിട്ട് നമ്മുടെ ഗ്രാൻഡ് മദറിനെ മീറ്റ് ചെയ്യുന്നതിന് മുന്നിൽ തന്നെ നമ്മൾ ഗ്രാൻഡ് ഫാദറിനെ വെടിവെച്ചാൽ കൊല്ലും.
എന്നിട്ട് നമ്മൾ നേരെ റിട്ടേൺ അടിക്കുമ്പോൾ കുഴപ്പമില്ല, നമ്മളെങ്ങനെ ജനിക്കും? ഇതൊരു പാരഡോക്സാണ്. അതായത് നമ്മൾ പാസ്റ്റിലോട്ട് പോയിട്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ വെടിവെച്ചിട്ട് നമ്മുടെ ഡാഡി എങ്ങനെ ജനിക്കും, അല്ലെങ്കിൽ എൻ്റെ പപ്പ എങ്ങനെ ജനിക്കും, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എങ്ങനെ ജനിക്കും? ഒരിക്കലും ജനിക്കില്ല. കാരണം എന്താ, നമ്മൾ നിൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വെടിവെച്ച് വന്നു, പിന്നെ ഗ്രാൻഡ് ഫാദറിനെ കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ വില്യമ്മനെ കണ്ടെത്തിയില്ല. അപ്പോൾ അത് വഴിയിട്ട് നിൻ്റെ ഡാഡി ജനിക്കില്ല, അതുവഴി നീയും ജനിക്കില്ല. നിൻ്റെ വല്യപ്പനെ കൊല്ലാൻ, അല്ലെങ്കിൽ പാപ്പ എന്താ പറയുക, അങ്ങനെ അച്ഛത്തിനെ കൊല്ലാൻ, അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിംസ് എന്താ പറയുക എനിക്കറിയത്തില്ല. അത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ നിങ്ങൾക്ക് കൊല്ലാൻ ഒരിക്കലും പറ്റില്ല. കാരണം നിങ്ങൾ പോയി കൊന്ന്, അതൊരു പാരഡോക്സാണ്, ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഭയങ്കര ഇവിടെ വളരെ ഫേമസ് ആയി ഇപ്പോൾ ലിറ്ററേച്ചർ ഫോം. നമുക്ക് ഹാരി പോട്ടർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഹാരി പോട്ടറിൻ്റെ എല്ലാ സീരീസും നമ്മളിപ്പോൾ എടുത്തിട്ട് നമ്മൾ വേറെ പാസ്റ്റിലോട്ട് പോകുക, ഒരു കുറച്ച് കാലം പുറകോട്ട് പോയിട്ട് അവിടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ചു വരിക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരാ ക്രിയേറ്റർ? നിങ്ങളാണോ അതോ ജെ.കെ. റോളിംഗ് ആണോ അതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റർ? ഇതൊരു പാരഡോക്സ്. ഈ പാരഡോക്സിനാണ് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ്. അതായത് ഇവിടെ നമുക്ക് ആരാ ശരിക്കും ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ജെ.കെ. റോളിംഗ് ആണോ അതോ നിങ്ങളാണോ ശരിക്കും ഇതിൻ്റെ റൈറ്റർ? ഇതിനാണ് പറയുന്നത് ബ്രൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ഭൂതകാലത്ത് സംഭവിച്ചൊരു പ്രശ്നത്തെ തടയാൻ വേണ്ടി നിങ്ങൾ ഭൂതകാലത്തിലോട്ട് ടൈം മെഷീൻ എടുത്തിട്ട് നിങ്ങൾ ടൈം ട്രാവൽ ചെയ്ത് അങ്ങോട്ട് പോകും. എന്നിട്ട് അത് തടയാൻ വേണ്ടി നോക്കും. നിങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ നിങ്ങൾ ഒരു ആക്സിഡൻറ്റ് അത് സംഭവിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിട്ടുണ്ട് പാസ്റ്റിൽ. അപ്പോൾ ഇത് നിങ്ങൾ തടയാൻ വേണ്ടി നിങ്ങൾ നൈസായിട്ട് പാസ്റ്റിലോട്ട് ചെല്ലും. എന്നിട്ട് നിങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അത് തടയാൻ വേണ്ടി നോക്കും. പക്ഷേ നിങ്ങളുടെ ആ ശ്രമമായിരിക്കും ആ ആക്സിഡൻറ്റിലോട്ട് നയിക്കാനുള്ള കാരണമാകുന്നത്. അതായത് ഇതിനാണ് നമ്മൾ പറയുന്നത് പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ്. അതായത് നിങ്ങൾ പാസ്റ്റിലോട്ട് പോയിട്ട് നിങ്ങളുടെ കാരണം കൊണ്ട് അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം അതുവഴി അതിനെ സംഭവിക്കാനുള്ള അതിനാണ് നമ്മൾ പറയുന്നത് പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ്. അതായത് ഈ പാരഡോക്സിൽ ശരിക്കും പറഞ്ഞാൽ ഫ്രീ വിൽ എന്ന് പറയുന്ന സാധനത്തെ ശരിക്കും ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും, അതായത് നമുക്ക് ഒരു സാധനത്തിനെയും നമുക്ക് ഒരിക്കലും, അതായത് പാസ്റ്റ് ഡിറ്റർമൈൻഡ്, അതായത് പ്രസൻറ്റ് ഡിറ്റർമൈൻഡ്, അതേപോലെ ഫ്യൂച്ചറും ഡിറ്റർമൈൻഡ്. അതായത് നമുക്ക് ഇതിനെ ഒന്നിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുക. അതായത് ഈ പാരഡോക്സ് വഴി നമുക്ക് ഒരു ഫ്രീ വില്ലില്ല. നമ്മളെല്ലാം ഇങ്ങനെ, അതായത് ഡിറ്റർമൈൻഡ് ആയിട്ട് നമ്മൾ ചെയ്യണം. അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ പാസ്റ്റിലോട്ട് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റ് നമുക്ക് ഇച്ചിരി മെച്ചപ്പെടുത്താൻ വേണ്ടി പോയി ചിലപ്പോൾ ആ പോകുന്നതായിരിക്കും നമുക്ക് പ്രശ്നമായി മാറുന്നത്. അതായത് പ്രശ്നമാകില്ല, നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കാരണം നമ്മൾ ആ പോയതായിരിക്കും. അതായത് ഇതിനാണ് പറയുന്നത് പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ്. അതായത് ഇതെല്ലാം സംഭവം ഫിക്സ്ഡ് ആണ്. അതായത് ഫ്യൂച്ചറും ഫിക്സ്ഡ് ആണ്, പ്രസൻറ്റും ഫിക്സ്ഡ് ആണ്, അതേപോലെ പാസ്റ്റ് നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. നമുക്ക് ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ പ്രസൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല പാസ്റ്റിൽ പോയി മാറ്റം വരുത്തിയിട്ട്. ഇതിനാണ് പറയുന്നത് പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ്. നിങ്ങളൊരു വേം ഹോളിലൂടെ, അതായത് ഒരു ബില്ലിയാർഡ് ബോളിനെ നിങ്ങൾ പാസ്റ്റിലോട്ട് വിടും. എന്നിട്ട് ഈ ബില്ലിയാർഡ് ബോളിനെ അതായത് ഈ വേം ഹോളിലോട്ട് എൻ്റർ ചെയ്യാതെ നിങ്ങൾ തട്ടിക്കളയണം. അപ്പോൾ ഇങ്ങനെ ഈ ബില്ലിയാർഡ് ബോൾ എങ്ങനെ ഇവിടെ എത്തി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയല്ലേ. അതായത് എങ്ങനെ എത്തി? കാരണം ഇവിടെ അതായത് പാസ്റ്റിലോട്ട്, അതായത് ഫ്യൂച്ചറിൽ നിന്ന് നേരെ പാസ് ചെയ്യുന്നിട്ട് ബില്ലിയാർഡ് ബോളിനെ തന്നെ തട്ടിക്കളഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെ എൻ്റർ ചെയ്യുക? ഇതിനാണ് പറയുന്നത്, ഈ പാരഡോക്സിനാണ് പറയുന്നത് പുൽച്ചൻസ്കി പാരഡോക്സ്. അതായത് ഒരു ഫിസിസ്റ്റ് ആയ ജോസഫ് പുൽച്ചൻസ്കിയുടെ ആണ് കണ്ടത് ഈ പുൽച്ചൻസ്കി പാരഡോക്സ്. അതായത് വെം ഹോളിലൂടെ പോയിട്ട് പാസ്റ്റിൽ എന്നിട്ട് പാസ്റ്റിലെ ബില്ലിയാർഡ് ബോളിനെ തട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ വെം ഹോളിലോട്ട് എൻ്റർ ചെയ്യുക? അപ്പോൾ പിന്നെ എങ്ങനെ ഇയാൾ ഇവിടെ ഇല്ല? അതായത് ഏകദേശം ഒരു ഗ്രാൻഡ് ഫാദർ പാരഡോക്സിൻ്റെ ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നി. നിങ്ങൾ ഭൂതകാലത്ത് നടക്കേണ്ടിയിരുന്ന ഒരു വലിയൊരു പ്രശ്നത്തെ നിങ്ങൾ തടയാൻ വേണ്ടി ഭൂതകാലത്തോട്ട് ചെന്നു. അതൊരു വലിയൊരു പ്രശ്നമായിരിക്കാം. നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് വേൾഡ് വാർ ഫസ്റ്റിൻ്റെ കാര്യം എടുക്കുക. നിങ്ങൾ പാസ്റ്റിലോട്ട് ചെന്നിട്ട് ഈ വേൾഡ് വാർ ഫസ്റ്റ് എങ്ങനെയൊക്കെയോ നിങ്ങളങ്ങ് തടഞ്ഞു. ഓക്കെ, നിങ്ങൾ തടഞ്ഞതിന് ശേഷം ഒരു കുഴപ്പം എന്നാണെന്നറിയോ? നിങ്ങൾ തടഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റിലോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് നടന്നില്ലല്ലോ. ഈ പാരഡോക്സിനെ നമ്മൾ പറയുന്നത് കൺസിസ്റ്റൻസി പാരഡോക്സ്. അതായത് നമ്മളിപ്പോൾ പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റിലോട്ട് പോകണമെങ്കിൽ നമുക്ക് റീസൺ വേണ്ടേ? നമ്മളിതൊന്നും തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രസൻറ്റിൽ നിന്ന് പാസ്റ്റിലോട്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ല. ഇതിനാണ് നമ്മൾ പറയുന്നത് കൺസിസ്റ്റൻസി പാരഡോക്സ്. ഇനി നമുക്ക് ഈ പാരഡോക്സുകളുടെ കുറച്ച് സൊല്യൂഷൻസ് നോക്കാം. ഒന്നാമതായിട്ട് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഞാൻ എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ പാസ്റ്റിലോട്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ നിങ്ങൾ തട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു മാറ്റവും വന്നില്ല, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ജീവിച്ചു. കാരണം ഇതെന്ന് പറയുമ്പോൾ ഈ ഓരോ ക്വാണ്ടം ഇവൻറ്റുകളിൽ, അതായത് പല യൂണിവേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ ആ ഗ്രാൻഡ് ഫാദറിനെ പോയി തട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രാൻഡ് മദർ വേറൊരാളെ മീറ്റ് ചെയ്യും. അങ്ങനെ വേറൊരു ടൈം ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇവിടുത്തെ നിങ്ങളുള്ള ഈ ടൈം ലൈനിന് ഒരു പ്രശ്നവും പറ്റിയാല. ഇതിനാണ് നമ്മൾ പറയുന്നത് മെനി വേൾഡ് ഇൻ്റർപ്രിട്ടേഷൻ. അടുത്ത സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നാവുകാവോ സെൽഫ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. അതായത് നിങ്ങളിപ്പോൾ പാസ്റ്റിലോട്ട് ചെന്ന് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനെ കൊല്ലാൻ നോക്കി. പക്ഷേ നിങ്ങൾ കൊല്ലാൻ നോക്കിയാൽ അങ്ങേ മരിക്കുകയില്ല. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ആ ബില്ലിയാർഡ് ബോളിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ ആ ബില്ലിയാർഡ് ബോളിനെ നിങ്ങൾ തട്ടി,
അതായത് നിങ്ങൾ അതിനോട് ഹോളിലോട്ട് എൻ്റർ ചെയ്യാതെ നിങ്ങളത് തട്ടിക്കളയാൻ നോക്കി. പക്ഷേ ആ തട്ടിക്കളഞ്ഞാൽ എങ്ങനെയോ അതങ്ങനെ കറങ്ങി ചെറ്റി അത് ഉള്ളിലോട്ട് കയറും. അതായത് ഈ പ്രിൻസിപ്പൾ പറയുന്നത്, അതായത് നിങ്ങൾ പാസ്റ്റ് പോയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തോ, പക്ഷേ എങ്ങനെ കളിച്ചാലും ഫ്യൂച്ചറിന് നിങ്ങൾക്ക് ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ഈ പാസ്റ്റ് വഴി. ഇപ്പോൾ നിങ്ങളത് തട്ടിക്കളഞ്ഞാലും എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറും. അതേപോലെ നിങ്ങളിപ്പോൾ ഗ്രാൻഡ് ഫാദറെ കൊല്ലാൻ നോക്കിയാലും ഗ്രാൻഡ് ഫാദർ എങ്ങനെയൊക്കെ ജീവിക്കും. ചിലപ്പോൾ വെടി കൊള്ളാതെ പോകും. അതായത് നിങ്ങൾ വെടിയൊക്കെ നോക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അടിച്ചു കൊല്ലാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇതിനാണ് നമ്മൾ പറയുന്നത് നോക്കാവോ സെൽഫ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. അടുത്ത സൊല്യൂഷൻ പറഞ്ഞാൽ നമ്മുടെ ഫേമസ് ഫിസിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. അതിൻ്റെ പേരാണ് ക്രോണോളജി പ്രൊട്ടക്ഷൻ കൺജക്ടർ. അതിൽ പറയുന്നത് നമുക്ക് ഒരു കാലത്തും ടൈം ട്രാവൽ ടു പാസ്റ്റ് നടക്കുകയായിരുന്നു. അതായത് നമ്മളിപ്പോൾ നമുക്ക് ഒരിക്കലും പറ്റില്ല. നമ്മൾ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് അത് നമുക്ക് CTC വഴി അല്ലെങ്കിൽ വേം ഹോൾസ് വഴി നമുക്ക് പാസ്റ്റിലോട്ട് പോകാമെന്ന്. പക്ഷേ ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് കാരണം നമുക്ക് ഒരിക്കലും പാസ്റ്റിലോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഈ നമ്മുടെ ഇത് പറയുന്നത്. അതായത് ക്രോണോളജി പ്രൊട്ടക്ഷൻ കൺജക്ടർ പറയുന്നത്. അതായത് നമുക്ക് ഒരിക്കലും പാസ്റ്റിലോട്ട് പോകാൻ പറ്റില്ല. അതുവഴി ഈ പാരഡോക്സുകളൊന്നുമില്ല. അതാണ് നമ്മുടെ മൂന്നാമത്തെ സൊല്യൂഷൻ. നമ്മളിനി ഈ സൊല്യൂഷൻസിനെ അല്ലെങ്കിൽ ഈ പാരഡോക്സുകളെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളിത് നിർത്തുവാണ്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതോടെ നമ്മൾ നിർത്തുക, അതായത് ടൈം ട്രാവലിനെ പറ്റിയുള്ള ഡിസ്കഷൻ. ഇനി നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് ഈ ടൈം ട്രാവൽ കൺസെപ്റ്റ് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സയൻസ് ഫിക്ഷൻ ബുക്ക്സ് എഴുതാം. അതായത് ഹാരി പോട്ടർ പോലെയും അതേപോലെ ടൈം ട്രാവൽ എന്ന് പറഞ്ഞ ബുക്ക് പോലെയും ഒക്കെ നമുക്ക് എഴുതാം. അതേപോലെ നമുക്ക് കുറേ സിനിമകൾ നമുക്ക് എൻഡ് ഗെയിം കുറേ ക്യാരക്ടേഴ്സും അതേപോലെ ഈ ടൈം ട്രാവലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാണാം. ഡോറേമോൻ കാർട്ടൂണിൽ അതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. അതേപോലെ ഡോക്ടർ സ്ട്രേഞ്ച് ഇതൊക്കെ ഈ ടൈം ട്രാവൽ ബേസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇൻട്രസ്റ്റെല്ലാർ. അതേപോലെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ലോകത്തെ കാണിക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ചെറിയ പിള്ളേരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാം. എന്നിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന വഴി അവർ സയൻറ്റിസ്റ്റുകളായി മാറും. നിങ്ങൾക്കിപ്പോൾ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പോകാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഓരോ കണ്ടെത്തൽ നടത്തി ഭാവിയിലെ പിള്ളേർക്ക് പാസ് ഡൗൺ ചെയ്ത് അങ്ങനെ നമുക്ക് നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ ടൈം ട്രാവൽ ചിലപ്പോൾ കണ്ടെത്താൻ പറ്റും. ചിലപ്പോൾ നമുക്ക് സുഖമായിട്ട് എക്കണോമിക്കലി നമുക്ക് ഫ്യൂച്ചറിലോട്ടും പോകാം, പാസ്റ്റിലോട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് ഭാവിയിലൊക്കെ പോകാൻ പറ്റിയായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ മരിച്ചതിന് ശരിക്കും. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ ലോകം അങ്ങനെയാണല്ലോ. കാരണം ഓരോ ടെക്നോളജിയും നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന വരെ നമ്മുടെ പൂർവികർ ഓരോന്നൊക്കെ ഇങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് അതേപോലെ തന്നെ നമുക്കും അതുപോലെയൊക്കെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഇത് വിടണ്ട. നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ദാറ്റ്സ് ഓൾ. ഇനി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്കിനി വരുന്ന വീഡിയോ കാണാം. അതുവരെ എൻ്റെ പേര് ചാൾസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.